പ്രോമിസ് ചെയ്തതാണ്. അടിപൊളിയായിട്ട് കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഷോർട്സും നല്ല എഡിറ്റിങ്ങും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നിഷാദൻസർ രണ്ടാമത്തെ വേൾഡ് റെക്കോർഡ് പടം അത്. പിന്നെ രണ്ടാമത്തെ വേൾഡ് റെക്കോർഡാണ്. ആദ്യത്തെ മറ്റേ വിപ്ലവം ജയിക്കാനുള്ളതാണ് അത് ചെയ്തു. ഇപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ ഈ പടത്തിലും നല്ല റെക്കോർഡാണ്. ഇപ്പോൾ 80+ റെക്കോർഡ്സാണ് ഇതിലുള്ളത്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. അത് പറയില്ല, ഫോണിലെടുത്താണെന്ന് തോന്നില്ല. 15 Pro Max എടുത്താണ്, പക്ഷെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഒന്നും പറയാനില്ല. തൂക്കും. നല്ല ഫിലിം. ഒരുപാട് വയലൻസ് ഉണ്ടോ? കുറച്ച് വയലൻസ് ഉണ്ട്, എന്നാലും അതിൻ്റെ ഒരു തീം അങ്ങനെയാണ്, ആക്ഷനാണ്. അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല ടേക്സ്, നല്ല സൗണ്ട്, നല്ല മ്യൂസിക്കാണ്. ക്ലൈമാക്സ് ഉണ്ട്. പിന്നെ അതേപോലെ സമൂഹത്തിനൊരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണോ? അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു പുതിയ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കണ്ടിരിക്കാം. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പടമാണ് ആ രീതിയിൽ. ഇല്ല, അതിൻ്റെ ഈ സബ്ജക്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കാരണം പക്ക ആക്ഷനാണ്. അപ്പോൾ ക്യാമറ ആ രീതിയിൽ നല്ല ടേക്കിങ്സ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ഇതുണ്ടാവും, പക്ഷെ അത് ഞാൻ പറയില്ല, സബ്ജക്റ്റ് ഇതായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഐഫോണിൽ ഷൂട്ട് ചെയ്ത ഫിലിമാണെന്ന് തോന്നുന്നില്ല. വളരെ എൻ്റർടൈനറാണ്. നല്ല സോഷ്യൽ കമ്മ്യൂണിറ്റി ടോപ്പിക് ഉണ്ട്. വയലൻസ്, സ്ക്രിപ്റ്റിന് വേണ്ടി വയലൻസേ ഉള്ളൂ. എല്ലാം കൊണ്ട് നല്ല ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. ഒട്ടും അങ്ങനെ ലാഗൊന്നും തോന്നുന്നു. എന്നാൽ നല്ല സോഷ്യൽ കമ്മ്യൂണിറ്റി നല്ല ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന മേക്കിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. വളരെ എൻ്റർടൈനറാണ്. ഒപ്പം നല്ല മെസ്സേജും ഉണ്ട്. പിന്നെ വില്ലനാണെങ്കിലും സ്റ്റിജു ആണെങ്കിലും എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ആണെങ്കിലും നല്ല രീതിയിൽ അവസാനിക്കുന്ന എല്ലാം പുതിയ ആൾക്കാരാണ്, പക്ഷേ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. തിയേറ്റർ വാച്ച് തന്നെ ചെയ്യണം. ക്വാളിറ്റി അടിപൊളിയായിരുന്നു. നിങ്ങൾ കാണാം, എല്ലാവരും പുതുമുഖനാണല്ലോ എല്ലാവരും. അപ്പോൾ നമുക്ക് തോന്നില്ല ഇത്രയും കഴിവുള്ളവരുണ്ടെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അടിപൊളിയായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പർ. കുട്ടികളായിട്ട് അഭിനയിച്ച കുട്ടികളും അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇൻ്റർവെല്ലുവരൊക്കെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇതൊരു 15 Pro തന്നെയാണോ? ഒരു അത്ഭുതത്തിൽ കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേട്ടാ. ഉള്ള കാര്യം പറയാം. കാരണം എന്തായാലും ഒരു ഐഫോൺ എടുക്കണം പോയിട്ട്. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ 5 ലൈക്ക് 3 ലൈക്ക് കിട്ടേ മടുത്ത് പോയി. 2-3 വർഷമായി കിട്ടിയിട്ട് കാര്യമൊക്കെ. ഓക്കെ, സെല്യൂട്ട് കേട്ടോ ഇതിൻ്റെ ഡയറക്ടർക്ക്, അതുപോലെ ഭയങ്കര സെല്യൂട്ട് പുതുമുഖ നടന്മാർക്ക്. അത് സൂപ്പറാണ്. ഞാൻ എന്താണെന്നറിയാമോ, എനിക്കിതിൽ അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ ഇതെങ്ങനെ എടുക്കണ്, ശിഷ്യത്വം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിഷാദിക്കട. കാരണം ഞാൻ നേരത്തെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ അധികം അറിയില്ല. ഈ 15 Proയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ ഇത്ര ജനങ്ങൾ വെച്ച് കാണാം, എല്ലാവരും കൈയടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. എല്ലാം പുതുമുഖങ്ങൾ അഭിനയിച്ച ആർക്കും വലിയ ശീലമൊന്നുമില്ല. എനിക്കറിയാം, അതിലൊരു മൈക്ക് സെറ്റുകാരനായിട്ട് പോലീസ് ഓഫീസർ എൻ്റെ സുഹൃത്താണ് സ്റ്റിജോ ചെമ്മാശ്ശേരി. എൻ്റെ ദൈവമേ, കണ്ടു കഴിഞ്ഞാലേ എന്തൊരു ലുക്കാണെന്ന് അറിയാമോ തിയേറ്ററിൽ. ദയവ് ചെയ്ത് നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൽ നല്ല ക്യാരക്ടേഴ്സിനൊക്കെ നല്ല വേഷങ്ങൾ കൊടുക്കണോട്ടാ, ഉറപ്പായിട്ടും കൊടുക്കണം. നിഷാദിക്ക് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട്. ഇനി ഞങ്ങൾക്കും ഇതൊരു പ്രചോദനമാണ്. ഇനി അടുത്തൊരു 15 Pro ഒരു ഐഫോൺ വാങ്ങിക്കാനൊരു പ്രചോദനമാണ് ഉറപ്പായിട്ടും. അടുത്തന്നെ നമ്മൾ കയ്യിലും ഒരുപാട് കഥയുണ്ട്. ഇതിപ്പോൾ ഒരു ധൈര്യം തന്നതിന് നിഷാദിക്ക് ഒരുപാട് നന്ദി. സത്യം അല്ലടാ, എന്താണെന്നറിയോ, നമ്മളെപ്പോഴും ഒരുപോലെ നടക്കാതെ ഒരു ചെറിയ ചേഞ്ചൊക്കെ വേണ്ടേ? കാരണം എപ്പോഴും നമ്മൾ ഒരുപോലെ ആവരുത്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, നിങ്ങളെപ്പോലുള്ള ഒരു ക്യാമറ എടുക്കാൻ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടൊക്കെ വരണ്ടേ? ഒന്നും ചെയ്തിട്ടില്ല. ഉള്ള മുടി ഒന്ന് നമ്മുടെ ഹെഡ് ആൻഡ് ഫേസിൽ പോയിട്ടൊന്ന് റെഡിയാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? സിനിമ അടിപൊളി പടമാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എടുക്കുന്നതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് നല്ല ഭംഗിയായി ക്യാമറയും ചെയ്ത് അഭിനയിച്ച എല്ലാ ആൾക്കാരും, ഒരു നല്ലൊരു നായകനെ കിട്ടിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, പുതിയൊരു ഡയറക്ടർ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊഡ്യൂസർ ഇത്രയും സാമ്പത്തികം തന്ന ആ പ്രൊഡ്യൂസർക്കാണ് ആദ്യം കൊടുക്കണം. കാരണം ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കാൻ വേണ്ടി കുറേ വേണം. ആ റിസ്ക് എടുക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഇതെല്ലാം കൂടി തകർത്ത് വാരി ഇവർ ഈ പടം തൂക്കി. ഉറപ്പല്ലേ? ഇനി വേണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതാ പറഞ്ഞത്, മൊബൈലിൽ എടുത്ത സിനിമയാണെന്ന് ഞാൻ പിന്നെ
ഇപ്പോഴാണ് അറിയണത്. ഒരു മൊബൈലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇത്രയും ക്ലാരിറ്റിയോട് കൂടി ഒരു സിനിമാ തിയേറ്ററിൽ ഇറക്കാം എന്നുള്ളത് തെളിയിച്ച ഇവർക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കേണ്ടത് ഇന്ന്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നത്തെ കാലത്ത് ഒരു ക്യാമറ, HMV, ലൈറ്റ്, സർവത്ര സാധനങ്ങളും കൊണ്ട് എത്ര പൈസയാണ് കളയുന്നത് നമ്മൾ. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് എന്താ ഗുണം ചെയ്യുന്നത്? നെക്സ്റ്റ് നമുക്ക് ഇതുപോലെയുള്ള പടം എടുക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. കൊച്ചൊരു എനിക്കൊണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ടില്ല എങ്കിൽ പോലും ക്യാമറയിൽ നമുക്ക് ഒരിക്കലും തോന്നില്ല ഇത് ഇങ്ങനെ എടുത്തതാണോ എന്ന്. അത്ര ക്ലാരിറ്റി, അത്ര സൂം, ഔട്ട് ഓഫ് ഫോക്കസ് പോയിട്ടില്ല. ഇതൊക്കെ കുറച്ച് അറിയാവുന്നതുകൊണ്ടാണ്, വലിയ അറിവില്ല. പക്ഷേ 30 വർഷത്തെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവർ തൂക്കിയിരിക്കണം, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, BGM ഒരു നല്ല സ്ട്രോങ് ഫാക്ടറാണ് ഈ മൂവിയുടെ. എന്താ സിനിമ കണ്ടിരിക്കാൻ എങ്ങനെയാണ്? കണ്ടിരിക്കാൻ ലാഗൊന്നും അനുഭവപ്പെടുന്നില്ല. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ലാഗ് ഉണ്ടായിരുന്നില്ല. ക്യാമറ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാ പറയുക? ക്യാമറ ക്വാളിറ്റി നമ്മുടെ സാധാരണ മൂവി ക്യാമറയിൽ എടുക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയാം. പക്ഷേ ഇത് വേറിട്ടൊരു അനുഭവമാണ്, ഇതൊരു പരീക്ഷണമാണ്. ആ രീതിയിലായിരുന്നു തന്നെ നോക്കി കാണണം. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമെടുത്ത ചരിത്രമുണ്ടല്ലോ നമ്മുടെ റീസെൻറ്റ് ടൈമിൽ. അപ്പോൾ ഇതൊരു പരീക്ഷണമായിട്ട് കരുതണം. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലായാലും വേൾഡ് ഇൻഡസ്ട്രിയിലായാലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം.